വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുമ്മാട്ടിക്കളി സിനിമ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയാം. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ സിനിമയുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ വിൻസെൻ്റ് സെൽവ, റൈറ്റേഴ്സ് വിൻസെൻ്റ് സെൽവ ആൻഡ് രമേഷ് അമ്മാനത്ത്, സിനിമാറ്റോഗ്രാഫി വെങ്കി, അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് RB ചൗധരി ആൻഡ് ലിസ്റ്റിൻ സ്റ്റീഫൻ. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവർ 4 ഹീറോസ് ഉണ്ട്. അതിൽ ഒരാൾ മാധവ് സുരേഷാണ്, സുരേഷ് ഗോപി ചേട്ടൻ്റെ മകനാണെന്ന് നമുക്കറിയാം. പിന്നെ മറ്റ് 3 ഹീറോസിൻ്റെ പേര് കൃത്യം എനിക്കറിയില്ല. പിന്നെ ലെന, അതേപോലെ അസീസ് നെടുമങ്ങാട്, പിന്നെ മേജർ രവി, അതേപോലെ മെയിൻ ഗോപി. ഇനി ഈ സിനിമയുടെ പോസിറ്റീവ് വശങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതിൽ ലെനയ്ക്ക് ഈ 4 ഹീറോക്കളുടെ ഒപ്പം ഒരു പ്രധാന റോളാണ് കിട്ടിയിരിക്കുന്നത്. അവർ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ട്. അപ്പോൾ അവരൊരു ശക്തമായ കഥാപാത്രമാണെന്ന് പറയാം. അവരൊരു എക്സ്പീരിയൻസ് ആക്ട്രസ് ആണെന്ന് തെളിയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. അവരുടെ റോള് നന്നായി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അസീസ് നെടുമങ്ങാടും പിന്നെ മേജർ രവിയും, അവർക്ക് ഒരു റോൾ ഈ സിനിമയിലുണ്ട്, അവരത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതിലെ വില്ലൻ മെയിൻ ഗോപി, അങ്ങേര് കുറേ മുടിയൊക്കെ ചുരുള മുടിയൊക്കെ വെച്ചിട്ട്, അതേപോലെ അങ്ങേരുടെ അനിയനായിട്ടുള്ള വില്ലൻ, ഇവർ രണ്ടുപേരും വില്ലൻ റോള് കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ കുമ്മാട്ടിക്കളി സോങ് അതേപോലെ അത് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പിന്നെ വേറെ ചിലപ്പോഴൊക്കെ BGM ഒക്കെ നല്ല മ്യൂസിക് വന്നിട്ടുണ്ട്, അത് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഇനി ഈ സിനിമ എനിക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് ഞാൻ അവസാനം പറയാം. ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. എനിക്ക് തോന്നിയ നെഗറ്റീവ് വശങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് എനിക്കറിയില്ല, നിങ്ങൾ സിനിമ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാം. എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയ ഒന്നാമത്തെ മെയിൻ നെഗറ്റീവ് വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കഥ കുറച്ച് വീക്കാണ്. അവിടെ പൊരുത്തക്കേടുകളാണ് കഥയിൽ. ഈ സിനിമയുടെ ഒരു ഇൻ്റർവെല്ല് വരെ ഭയങ്കര ബോറടിയായിരുന്നു. ഭയങ്കര ബോറടി എന്ന് പറഞ്ഞാലും പോരാ, ആകെ അതിൻ്റെ അകത്ത് ഇരുന്നിട്ട്, തിയേറ്ററിനകത്ത് ഇരുന്നിട്ട് എപ്പോൾ ഇൻ്റർവെല്ലിന് വിടും എന്ന് ചിന്തിക്കുന്ന ഒരു ലെവലിലായിരുന്നു സിനിമയുടെ പോക്ക്. ഒരു ത്രില്ലിങ്ങും ഇല്ലാതെ അങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ ഈ കഥ വീക്കാണെങ്കിലും അഭിനയം കൊണ്ട് വേണമെങ്കിൽ ചിലപ്പോൾ അതിലേക്ക് മികവ് കൊണ്ടുവരുത്താൻ പറ്റുമായിരുന്നു എന്നല്ല, പറ്റുമോ എന്ന് ശ്രമിക്കാം അഭിനയം കൊണ്ട്. അത് നോക്കുമ്പോൾ അഭിനയം ഇതിൽ 4 ഹീറോക്കളും അത്ര പോരാ. കാരണം അവരുടെ സ്ക്രീൻ പ്രസൻറ്റേഷൻ, അവതരണം, അതൊന്നും അത്ര പോരാ എന്ന് എനിക്ക് തോന്നി. മാധവ് സുരേഷ് ഒരു പുതുമുഖമാണെന്ന് അങ്ങേരുടെ അഭിനയത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അഭിനയം അത്ര പോരാ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, മാധവ് സുരേഷിൻ്റെ അടുത്ത് ഞാൻ ശ്രദ്ധിച്ചത്, ആളുടെ ആദ്യത്തെ സിനിമയാണല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുകയുള്ളൂ. പക്ഷേ ആളുടെ കണ്ണുകൾക്ക് നല്ല പവറുണ്ട്. ഞാൻ ആ കണ്ണുകൾ ശ്രദ്ധിച്ചപ്പോൾ ആൾ ഇനി വരുന്ന സിനിമകളിലൊക്കെ നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന നടനാണെന്ന് എനിക്ക് തോന്നി. കാരണം ആ കണ്ണുകൾ നോക്കുമ്പോൾ സുരേഷ് ഗോപി ചേട്ടൻ്റെ കണ്ണുകൾ തന്നെയാണ് അവിടെ കാണുന്നത്. പിന്നെ ആളുടെ അഭിനയം നോക്കുമ്പോൾ ഫസ്റ്റ് സിനിമയായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും വരും സിനിമകളിലൊക്കെ അങ്ങേർക്ക് നന്നായിട്ട് ശ്രമിച്ചിട്ട് നല്ലൊരു നടനിലേക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഇനി നമുക്ക് വരുന്ന സിനിമകളിൽ കണ്ടറിയാം. ഇപ്പോൾ ഫഹദ് ഫാസിൽ, ആസിഫ് അലീനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അവരുടെയൊക്കെ ആദ്യത്തെ സിനിമ എങ്ങനെയായിരുന്നു? ആർക്കും ഒരു അഭിപ്രായം ഇല്ലാത്ത സിനിമകളായിരുന്നു. ഫഹദ് ഫാസിലിൻ്റെയൊക്കെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അത്രയും സുഖമില്ലാത്ത പാടായിരുന്നു. ഇപ്പം അങ്ങേരെ എവിടെ എത്തിയിരിക്കുന്നു, ഏതൊക്കെ ഭാഷയിൽ അഭിനയിക്കുന്നു, എത്ര വലിയ നടന്മാരുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്നു. കാരണം അവരുടെ ആ ഒരു ശ്രമമാണ്. അതുപോലെ ശ്രമിച്ചാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ടാണ് എനിക്ക് മാധവ് സുരേഷിനെ തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. ഇനി വരും സിനിമകളിൽ അങ്ങേര് അത് നന്നാക്കി എടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇൻ്റർവെല്ല് വരെ അങ്ങനെ ബോറടിച്ച് പോയി. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം കുറച്ച് ത്രില്ലിങ് വരാൻ തുടങ്ങി. കാരണം വില്ലന്മാരുമായിട്ട് പെട്ടെന്ന് യാദൃശ്ചികമായിട്ട് അടിപിടി പ്രശ്നങ്ങൾ വരുന്നു. പക്ഷേ അപ്പോഴും സിനിമയ്ക്കൊരു ഊർജം പോരാ. ത്രില്ലിങ് വരുന്നുണ്ടെങ്കിൽ ഒരു ഊർജം പോരായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിനയ പ്രശ്നം, സ്ക്രീൻ പ്രസൻറ്റേഷൻ, പിന്നെ അതേപോലെ ഹീറോക്കൾ 4 പേര് ആദ്യം ഭയങ്കര ഭീരുക്കളെ പോലെ
പിന്നെ പെട്ടെന്ന് വില്ലന്മാരെ ഓടിക്കുന്നു, തല്ലുന്നു, പിന്നെ വീണ്ടും ഭീരുക്കളെ പോലെ ആവുന്നു, വീണ്ടും വില്ലന്മാർക്ക് കീഴടങ്ങിയ പോലെ ആവുന്നു, പിന്നെ അവസാനം വീണ്ടും ഒരു അടിപിടിയിൽ ഇറങ്ങുന്നു. അങ്ങനെ ഒരു യോജിപ്പില്ലാത്ത രീതിയിൽ ഒന്ന് വില്ലന്മാരെക്കാളും ഇവർ ശക്തന്മാരായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ വില്ലന്മാരോടൊപ്പം പൊരുതി നടക്കാൻ പറ്റാത്ത രീതിയിൽ ഇവർ ഭീരുക്കളെ പോലെ തന്നെ അങ്ങനെ ക്യാരക്ടറായിട്ട് കൊണ്ടുപോകണം. ഇത് അതുമല്ല ഇതുമല്ല എന്ന് പറഞ്ഞ പോലെ അവിടെ അങ്ങനെ പോവുകയാണ്. അപ്പോൾ അതൊരു സിനിമയ്ക്കൊരു എനിക്ക് സുഖം കിട്ടിയില്ല. പിന്നെ ഇതിൽ ഒരു ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ഒരു വിഷയം വരുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഇതിലെ ഹീറോ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ആ ഡയലോഗിലാണ് ഈ സിനിമയ്ക്കൊരു തീരുമാനമാകുന്നത്. അത് ഈ കഥയിൽ ഏറ്റവും പ്രധാന പോയിൻ്റായിട്ട് എനിക്ക് തോന്നി. അത് ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. അത് മാത്രം എനിക്കൊരു പ്ലസ് പോയിൻ്റായിട്ട് തോന്നി. ബാക്കിയൊക്കെ ഇങ്ങനെ ബോറടിപ്പിച്ചുകൊണ്ടും ഒരു സുഖമില്ലാതെ അങ്ങനെ എനർജി ഇല്ലാതെയാണ് ഈ സിനിമ നീങ്ങിയത്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഈ സിനിമ ഇഷ്ടമേ ആയില്ല. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ കുമ്മാട്ടിക്കളി കുട്ടിക്കളി. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.